വായുമലിനീകരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP ഇന്ന് ലോക്സഭയിൽ നോട്ടീസ് കൊടുക്കും. രാജ്യസഭയിൽ ഇന്ന് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ചുള്ള ചർച്ച തുടരും. 2 ധനവിനിയോഗ ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു മാസ്ക് ധരിച്ചിട്ട് വേണം പ്രത്യക്ഷപ്പെടാൻ. എന്നോട് നേരത്തെ വിനീത വിജിയും ബൽറാമും ഒക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് മാസ്ക് ധരിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. അതേസമയം മാസ്ക് വയ്ക്കാതെ ഡൽഹിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു. പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാസ്ക് ധരിക്കുക എന്നത് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ഡൽഹിയിൽ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഭൂരിഭാഗം ജനങ്ങളും മാസ്ക്, നമ്മൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും മാസ്ക് ഉപയോഗിക്കുന്നുമുണ്ട്. എങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മാസ്ക് ധരിക്കുന്നത് പലപ്പോഴും സംസാരിക്കാൻ തടസ്സമാകുന്നു, ബുദ്ധിമുട്ടാകുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ അത് ഒഴിവാക്കുന്നത്. അല്ലാത്ത സമയത്തെല്ലാം തന്നെ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വിഷയം, അതായത് ഡൽഹിയിലെ മലിനീകരണ വിഷയം ഇന്ന് പാർലമെന്റിലും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധി MP നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിഷയം അതീവ ഗൗരവമുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ നോട്ടീസ് നൽകുക. കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധിയും വിഷയം ശൂന്യവേളയിൽ ഉന്നയിച്ചിരുന്നു. രാഹുൽ ഇത് ഉന്നയിച്ചത് ഭരണപക്ഷത്തിന് തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലായിരുന്നു. ഒരു തുറന്ന ചർച്ച, അത് പരസ്പരം കുറ്റപ്പെടുത്തൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തുറന്ന ചർച്ച ഈ വിഷയത്തിൽ വേണം എന്നുള്ളതും ഭാവിയിൽ ഇത് പരിഹരിക്കാൻ എന്തെല്ലാം നടപടികൾ ചെയ്യാം എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുമായിരുന്നു രാഹുൽ മുന്നോട്ട് വെച്ച ആവശ്യം. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ ഉൾപ്പെടെ ഇതിൽ വിശദീകരിക്കാവുന്നതാണ് എന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം ഉന്നയിച്ച് തന്നെയായിരിക്കും പ്രിയങ്ക ഇന്ന് നോട്ടീസ് നൽകുക. കഴിഞ്ഞയാഴ്ച ഈ മലിനീകരണം ഉയർത്തിയുള്ള പ്രതിഷേധവും സഭയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഇക്കാര്യം കോൺഗ്രസ് അംഗങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാം എന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുമാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആ ഘട്ടത്തിൽ ലോക്സഭയെ അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഇന്ന് സർക്കാരിൻ്റേത് ഉൾപ്പെടെ നിലപാട് വ്യക്തമാകും. ഒപ്പം തന്നെ ഇന്ന് 2 ധനവിനിയോഗ ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം SIR സംബന്ധിച്ചുള്ള ചർച്ച ഇന്നും രാജ്യസഭയിൽ തുടരും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.